ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ റെസിപ്പി തംബ്നെയിലിൽ കണ്ടല്ലോ. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും അല്ലാതെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ് സോട്ടഡ് മഷ്റൂം. ഞാൻ മഷ്റൂം ഫാൻ അല്ല, പക്ഷേ ഇത് ഞാൻ കഴിക്കാറുണ്ട്. ഇറച്ചി കഴിക്കുന്ന ഒരു ഫീലാണ് ഇത് കഴിക്കുമ്പോൾ കിട്ടുന്നത്. ഉണ്ടാക്കാനായി ഞാൻ എടുത്തിട്ടുള്ളത് ബട്ടൺ മഷ്റൂമാണ്. അതിൻ്റെ പുറം ഭാഗം നന്നായി ക്ലീൻ ചെയ്തെടുക്കാം. ഞാൻ വെള്ളത്തിലിട്ട് കഴുകുന്നില്ല, ജസ്റ്റ് വൈപ്പ് ചെയ്തെടുക്കുന്നതാണ്. ഈ മഷ്റൂംസ് വെള്ളത്തിലിട്ടാൽ പിന്നെ ആ വെള്ളം മൊത്തം ഈ മഷ്റൂം അബ്സോർബ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് വെറ്റ് ചെയ്ത ടിഷ്യൂയിൽ ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത്. കൂണിൽ തന്നെ ധാരാളം വെള്ളമുണ്ട്, അതുകൊണ്ട് ക്ലീൻ ചെയ്യുന്ന വെള്ളം കൂടി അബ്സോർബ് ചെയ്താൽ പിന്നെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവത്തില്ല. പിന്നെ ഇതുപോലത്തെ മഷ്റൂംസ് ഒന്ന് വേവിച്ചെടുത്താൽ മതി മൊത്തം ക്ലീനായി കിട്ടാൻ, അതായത് മൈക്രോ ഓർഗാനിസംസ്. പിന്നൊരു സമാധാനത്തിന് ഇതുപോലെ മേലെ നിന്ന് തൊലി അടർത്തിയെടുത്താലും മതി. അങ്ങനെ നമ്മുടെ കൂണ് മൊത്തം ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഓരോന്നായി കട്ട് ചെയ്തെടുക്കാം. വലിയ മഷ്റൂംസ് ഒക്കെ ഞാൻ 4 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ചെറുതാണെങ്കിൽ നേരെ പകുതിയായി കട്ട് ചെയ്താലും മതി. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. നിങ്ങളെപ്പോലെ തന്നെ ഹെൽത്തിയായി കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കൂടി ഷെയർ ചെയ്യണേ. അങ്ങനെ മഷ്റൂംസ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ കുക്ക് ചെയ്തെടുക്കാം. ചൂടായ പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ച കൂണ് കൂടി ഇട്ട് കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇട്ട ക്വാണ്ടിറ്റി ആയിരിക്കില്ല ഇത് വേവിച്ച് കഴിയുമ്പോൾ ഉള്ള മഷ്റൂമിൻ്റെ ക്വാണ്ടിറ്റി. ഞാൻ ഇത്തിരി കൂടി ബട്ടർ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ വഴറ്റിയെടുക്കാം. ഒരു 5 to 10 മിനിറ്റോളം മതി. അപ്പോൾ തന്നെ ഇത് വെന്ത് ചുരുങ്ങി വന്നിട്ടുണ്ടാകും. മഷ്റൂം വഴറ്റിയെടുക്കുന്ന സമയത്ത് നമുക്ക് ബാക്കി പണികൾ ചെയ്യാം. അതായത് വെളുത്തുള്ളി, 4 വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 4 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു മീഡിയം സൈസ് സവാള കൂടി ചെറുതായി കട്ട് ചെയ്തെടുക്കുക. അതേസമയം മഷ്റൂം ചുരുങ്ങി വന്നിട്ടുണ്ട്, അതിൽ വെള്ളം ഇറങ്ങി വന്നത് കണ്ടില്ലേ. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി, അതായത് ടേബിൾ സ്പൂൺ അളവിലാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇതും കൂടി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതും കൂടുതൽ നേരം വഴറ്റണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഫ്രഷായി ക്രഷ് ചെയ്ത കുരുമുളക് പൊടി. പിന്നെ ഇതിലേക്ക് വേണ്ടത് പാകത്തിനുള്ള ഉപ്പ്. ഒറിഗാനോ കയ്യിലുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ, ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതിനെ ഒരു മാക്സിമം പോയാൽ ഒരു 2 മിനിറ്റ് നേരം വഴറ്റിയെടുത്താൽ മതി. ഇതേ സമയം ഉപ്പ് കൂടി പാകമായിട്ടുണ്ടോ എന്ന് നോക്കിക്കോളൂ. അങ്ങനെ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനത്തെ ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാം, അതായത് മല്ലിയില. ഇനി ഇതും കൂടി മിക്സ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാം. കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് ഈ കറി ഉണ്ടാക്കിയെടുത്തതെന്ന്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. കമൻസിലൂടെ ഫീഡ്ബാക്കും കൂടി അറിയിക്കുക. ബൈ.